ഗവർണറെ കാണും. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകാൻ വിജയ് ഒരുങ്ങുകയാണ്. ഇപ്പോൾ VCK അടക്കം പിന്തുണ പ്രഖ്യാപിച്ചതോടെ കേവല ഭൂരിപക്ഷം എന്ന 118 സീറ്റിലേക്ക് TVK എത്തുമ്പോൾ ഇനി അറിയേണ്ടത് ഗവർണറുടെ നിലപാടാണ്. വിജയ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തായിരിക്കും ഗവർണർ സ്വീകരിക്കുന്ന നിലപാട്? വിജയ് ആരാധകരും അതോടൊപ്പം തന്നെ തമിഴ്നാടും ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്നതാണ് വിജയ് മുഖ്യമന്ത്രിയാകണമെന്ന്. ആ പശ്ചാത്തലത്തിലായിരുന്നു വിജയ്ക്ക് 108 സീറ്റ് എന്ന വലിയ സംഖ്യയിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. പക്ഷേ കേവല ഭൂരിപക്ഷത്തേക്ക് നടക്കുവാൻ വിജയ്ക്ക് കഴിഞ്ഞില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിക്കുന്നു, മറ്റു പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഏറ്റവും അവസാനം 2 ദിവസമായി വിജയെ നെട്ടോട്ടമോടിച്ച VCK ആണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെ തമിഴ്നാടിൻ്റെ 18ാമത്തെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യും. അല്പസമയം മുൻപായിരുന്നു VCK തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്നലെ തന്നെ പിന്തുണയെല്ലാം പ്രഖ്യാപിച്ചു എന്ന് TVK നേതാക്കൾ അഭിപ്രായപ്പെടുമ്പോഴും ഈ പിന്തുണയ്ക്കുന്ന കത്ത് നൽകാൻ VCK തയ്യാറായിരുന്നില്ല. ഗവർണർ പലതവണയായി ചോദിച്ചത് ആ കത്ത് ഹാജരാക്കാനാണ്. 118 പേരുടെ പിന്തുണയുള്ള കത്ത് തനിക്ക് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നായിരുന്നു ഗവർണർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ കത്ത് നൽകാൻ ഇന്നലെയും VCK തയ്യാറായിരുന്നില്ല. പിന്നീട് പല ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഈ TVKയോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അല്പസമയം മുമ്പായിരുന്നു VCK ഈ കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്ത് നൽകുമ്പോഴും എന്താണ് വിജയ് ഈ VCKയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓഫർ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനമാണോ അതോ മറ്റു മന്ത്രിസ്ഥാനങ്ങളാണോ അതോ CPIയും CPMനെയും പോലെ പുറത്തു നിന്നുള്ള പിന്തുണയാണോ എന്ന രീതിയിലുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ വരാനിരിക്കുകയാണ്. എന്തായാലും 2 വർഷം മുൻപ് രൂപീകരിച്ച പാർട്ടി ഒരു അത്ഭുത പാർട്ടിയായി തന്നെ മാറുകയാണ്. 2ാം വർഷത്തിൽ തന്നെ ആ പാർട്ടി തമിഴ്നാട് പോലുള്ള ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ അധികാര കസേരയിലേക്ക് എത്തുകയാണ്. വിജയ് മുഖ്യമന്ത്രിയാകുകയാണ്. സിനിമയിൽ എങ്ങനെയാണോ വിജയുടെ നീക്കങ്ങൾ ഉണ്ടാകുന്നത് അത്തരത്തിലൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്ന 5ാം നാളാണ് ഇപ്പോൾ കേവല ഭൂരിപക്ഷം തികയ്ക്കുവാൻ വിജയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത്. വിജയുടെ പാർട്ടിക്ക് 108 അംഗങ്ങളാണുള്ളത്. ഇതിൽ 2 സീറ്റിൽ വിജയിച്ചിരിക്കുന്ന വിജയാണ്. അതുകൊണ്ട് തന്നെ 107 മാത്രമായിരിക്കും കണക്കാക്കുക. പിന്നീട് 5 പേരുടെ പിന്തുണ കോൺഗ്രസ് നൽകുന്നു. കോൺഗ്രസിനോടൊപ്പം തന്നെ CPI, CPM ഇടതു പാർട്ടികൾ പിന്തുണ നൽകുന്നു. അപ്പോൾ അംഗസംഖ്യ ആകുന്നത് 116 പിന്നീട് 2 പേരുടെ കുറവുണ്ടായിരുന്നു. ഈ 2 പേരുടെ കുറവ് പരിഹരിക്കാനായി വിജയുടെ പാർട്ടി ആദ്യം VCKയും പിന്നീട് മുസ്ലിം ലീഗിനെയും സമീപിക്കുന്നു. ഇവർ 2 പേരും ആദ്യഘട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല. ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് VCK പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടയിൽ തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചിലപ്പോൾ ഭാവിയിൽ വരും മാസങ്ങളിലോ ദിവസങ്ങളിലോ തന്നെ വിജയുടെ പാർട്ടിക്ക് കൂടുതൽ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയും പുറത്തു വരുന്നുണ്ട്. അത് അണ്ണാ DMKയുമായി ബന്ധപ്പെട്ടാണ്. അണ്ണാ DMKയുടെ പാർട്ടി പിളർപ്പിലേക്ക് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അവിടുത്തെ MLA ഷൺമുഖം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടം MLAമാർ തന്നെ വിജയുടെ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു സർക്കാർ രൂപീകരിച്ചാൽ തന്നെ വിജയുടെ പാർട്ടിയുടെ MLAമാരുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. ഇനി എന്തായാലും വിജയ് 4ാം തവണ ആദ്യം 3 ഘട്ടങ്ങളിൽ വിജയ് ഗവർണറിനെ കണ്ടിരുന്നു. ആദ്യ 2 ഘട്ടത്തിലും വിജയോട് ഗവർണർ ആവശ്യപ്പെട്ടത് ഈ കത്തായിരുന്നു. ആ കത്ത് നൽകാൻ വിജയ് തയ്യാറായില്ല. വിജയ്ക്ക് സാധിക്കാത്ത ഘട്ടമുണ്ട്. പക്ഷേ ഇന്നലെ ഗവർണറെ കണ്ടപ്പോൾ 16 പേരുടെ കത്ത് കൈമാറിയിരുന്നു. ആ 16 പേരുടെ കത്ത് കൈമാറിയിട്ടും കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വിജയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ VCKയുടെ കത്തുമായി വിജയ് ഗവർണറിനെ കാണും. അതിനുശേഷമായിരിക്കും എന്നാണ് സത്യപ്രതിജ്ഞ. പിന്നീട് എവിടെ വച്ചാണ് തീയതി സമയം ഉൾപ്പെടെയുള്ളവയെല്ലാം ഗവർണറെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. ശരി, എന്തായാലും അനിശ്ചിതത്വങ്ങൾ നീങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. വിജയ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ VCK പിന്തുണ അറിയിച്ച തമിഴക വെട്രിക്കഴകത്തിന് കത്ത് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഗവർണർ പറഞ്ഞ കേവല ഭൂരിപക്ഷം എന്ന 118 സീറ്റിലേക്ക് TVK എത്തുകയാണ്. ഇനി ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയാണ് നടക്കേണ്ടത്. അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞ അടക്കം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.